Hello guys and welcome back to Best Car Picks. കുറേ കാലമായിട്ട് നമ്മളോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്രൈവ് റിവ്യൂസ് ചെയ്യാത്തത്, നിങ്ങളുടെ ചാനലിൽ ഡ്രൈവ് റിവ്യൂസ് ഒന്നും ഇല്ലല്ലോ, ഡീലർഷിപ്പിൽ പോയി വീഡിയോ എടുത്തുകൂടെ എന്നൊക്കെ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്ക ഡീലർഷിപ്പിലും പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ എനിക്കൊരു ഫ്രണ്ട് വഴി അറേഞ്ച് ചെയ്ത് കിട്ടിയ വണ്ടിയാണ്. എന്തായാലും ഞാൻ പിന്നെ ഇത്രയും കാലം എൻ്റെ ആക്ഷൻ ക്യാമറ പോലത്തെ സംഭവമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ POV വീഡിയോസ് എടുക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു. ഫോണിലാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വണ്ടി എടുത്ത സമയത്തും അതുപോലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു സിറ്റിയൊക്കെ ചെയ്ത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഞാനൊരു ആക്ഷൻ ക്യാമറ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വണ്ടികൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോണ്ട എലവേറ്റ് ആണ്. ഇതൊരു ഡ്രൈവ് റിവ്യൂ പോലെ ഒന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസ് എലവേറ്റിൻ്റെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എക്സ്റ്റീരിയർ ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് കാണേണ്ട യാതൊരു ആവശ്യമില്ല. എലവേറ്റിൻ്റെ എക്സ്റ്റീരിയർ കാണാത്തതായിട്ടുള്ള ആരും എന്തായാലും ഇപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പണ്ട് വലിയൊരു കമ്പനി, പണ്ട് മീൻസ് അവരാദ്യം സിറ്റി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ വാഹനങ്ങൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നൊരു കമ്പനി. സിറ്റി ആയിരുന്നു അവരുടെ ഏറ്റവും ബേസിക് ലൈൻ വാഹനം ആദ്യം വന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് വാഹനങ്ങൾ വന്നു. സിവിക് ഉണ്ടായിരുന്നു, CRV ഉണ്ടായിരുന്നു, അക്കോർഡ് ഉണ്ടായിരുന്നു, അങ്ങനെ പറയണ്ട ഇഷ്ടം പോലെ വാഹനങ്ങൾ ഹോണ്ടയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും എൻട്രി ലെവലായിട്ട് അമേസ് ഉണ്ട്, അതിന് മുകളിൽ സിറ്റി ഉണ്ട്, പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന എലവേറ്റും ഉണ്ട്. ഇവിടെ ഈ വണ്ടികളൊക്കെ വെച്ച് തന്നെ ഇവരിപ്പം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു വണ്ടിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എലവേറ്റിൻ്റെ കേസിൽ. എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർ അങ്ങനെ അധികം പ്രിഫർ ചെയ്യാത്തത്? ഇപ്പോൾ ക്രെറ്റ പോലത്തെ വാഹനങ്ങൾ നമുക്കിപ്പം ഈ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ഓർഡർ വൈസ് നോക്കുകയാണെങ്കിൽ ക്രെറ്റ ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്, കുഷാക്ക് ഉണ്ട്, ടൈഗർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്, പിന്നെ ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, ഹൈറൈഡർ ഉണ്ട്, പിന്നെ ഏതെങ്കിലും ഉണ്ട്. സിട്രോയിൻ്റെ C3 എയർക്രോസ് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അങ്ങനെ പറയേണ്ട ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടികളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല. ഇത്രയും ലേറ്റായിട്ട് വന്നത് ഹോണ്ടയും കൂടിയാണ്. അപ്പോൾ പിന്നെ അതും ഒരു റീസൺ ആവാം. ഇനീഷ്യലി ഈ വണ്ടി വന്ന സമയത്തൊക്കെ അത്യാവശ്യം 3000 to 4000 5000 റേഞ്ചിലൊക്കെ ഇതിൻ്റെ ടോട്ടൽ മന്ത്ലി സെയിൽസ് പോകാറുണ്ടായിരുന്നു നമ്മൾ മൊത്തം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ വീണ്ടും കുറഞ്ഞു, 2000 2500 ആ റേഞ്ചിലേക്കൊക്കെ ആയിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഈ വണ്ടിക്കുണ്ടോ ശരിക്കും, ഇങ്ങനെ സെയിൽ കുറയാൻ മാത്രം? ഓർ നമ്മളിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുന്ന ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം തന്നെ ഡ്രൈവിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ വണ്ടി ഇതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ മാനുവലാണ് ഓടിച്ചിരിക്കുന്നത്. അത് നമ്മുടെ NH നാഷണൽ ഹൈവേയിലാണ് ഓടിച്ചിരിക്കുന്നത്. പാലക്കാട് പോകുന്ന ഹൈവേ ഉണ്ടല്ലോ, അതിൽ ഓടിച്ചാണ്. ആക്ച്വലി എറണാകുളത്ത് നിന്നാണ് ഓടിച്ചത്. ആ ഹൈവേയിലൂടെ ഓടിച്ചു എന്നേ ഉള്ളൂ. എറണാകുളം ടു ആലുവ പോകുന്ന ആ ഒരു റൂട്ടിൽ അവിടെയൊക്കെ മാനുവൽ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന ഇത് CVT ആണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിപ്പോൾ കോണേഴ്സിലൂടെ ഓടിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. ആൻഡ് ഈ വാഹനത്തിൻ്റെ കോണേഴ്സിലെ ബിഹേവിയറൊക്കെ വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള SUV ആണ് ഓടിക്കുന്നതെന്നുള്ള യാതൊരു രീതിയിലുള്ള ഫീലും ഈ വാഹനം എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഈ വാഹനം വളവിലൊക്കെ പുഷ് ചെയ്ത് നോക്കിയിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഫിഗോ ആണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാം, അത്യാവശ്യം ജയിലായിട്ടുള്ളൊരു വണ്ടിയാണ് കോണേഴ്സിലൊക്കെ. പിന്നെ ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി വാഹനങ്ങൾ ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെൽട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ആയിക്കോട്ടെ, ഓർ കുഷാക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ. ഇതൊക്കെ ഏകദേശം ഒരു വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കി വാഹനത്തിൻ്റെ ഒരു കാറ്റഗറി നമുക്ക് മനസ്സിലാവും. കാരണം കുറേ വണ്ടികളൊക്കെ സെയിം കമ്പനി തന്നെ രണ്ടെണ്ണമായിട്ട് ഇറക്കുന്നു എന്നുള്ളൊരിത് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഷാസി ബാലൻസും അതുപോലെ വളവിലുള്ള ഇതിൻ്റെ ഒരു കമ്പോഷറാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ഫീലും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് റോഡിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. സ്ലോ സ്പീഡിൽ ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഹ്യുണ്ടായി ലെവൽ ലൈറ്റ്നെസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് സിറ്റി ട്രാഫിക്കിലൊന്നും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി കൈകൊണ്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാനേജബിൾ ആയിട്ടുള്ളൊരു വെയിറ്റ് ഒക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ CVT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വണ്ടി വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഞാനിപ്പം കോണേഴ്സിലൂടെയാണ് ഓടിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോർമൽ സിറ്റി ട്രാഫിക്കിലൂടെയൊക്കെ പോവുകയാണെങ്കിലും യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷനോ ജർക്കോ അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കില്ല. ഇപ്പോൾ DCT അല്ലെങ്കിൽ AMT ഗിയർ ബോക്സോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നോർമൽ DCT ആണെങ്കിൽ ഹൈവേസിലൊക്കെ അടിപൊളിയാണ്, നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കിട്ടും. പക്ഷേ നോർമൽ സിറ്റി യൂസിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ചില DCT ഗിയർ ബോക്സ് ഒക്കെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇത് പക്ഷേ CVT ആയതുകൊണ്ട് ഇതിന് ബേസിക്കലി ഗിയേഴ്സ് ഇല്ല.
കൊടുത്തിട്ടില്ല, പക്ഷേ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിയേഴ്സ് സിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പാഡൽസ് ഒക്കെ ഉപയോഗിച്ചൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം RPM കയറി മുകളിലേക്ക് പിടിച്ചോളും. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അതിൻ്റെ പവർ ബാൻഡിലേക്ക് കയറും, അതായത് RPM മുകളിലേക്ക് കയറും. നമ്മൾ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പടയെന്ന് പറഞ്ഞ് കയറി പൊക്കോളും. എനിക്ക് ആക്ച്വലി ഇത് CVT ആയിട്ടും കോർണേഴ്സിൽ നമ്മളിപ്പോൾ ഈ ഒരു 50, 60, 70 ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്തൊന്നും ഓവർടേക്ക് ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് മാനുവൽ ഓടിച്ചപ്പം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവറാണ് തോന്നിയത് ഹൈവേയിൽ. കാരണം ഇത് എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് മാക്സിമം പവർ കിട്ടണമെങ്കിൽ അത്യാവശ്യം റബ്ബ് ചെയ്യേണ്ടി വരും. പിന്നെ റബ്ബ് ചെയ്യാനാണെങ്കിലും ഈസി ആയിട്ട് കയറിപ്പോവും. CVT ഓൾമോസ്റ്റ് 6500 RPM മുകളിൽ പോകുന്നുണ്ടായിരുന്നു മാക്സിമം. റെഡ് ലൈനൊന്നും ഞാൻ കറക്റ്റ് നോക്കിയില്ല. മാനുവൽ ആണെങ്കിൽ 7000 RPM അടുത്ത് വരെയൊക്കെ പോകും. നിങ്ങൾ റെഡ് ലൈൻ ചെയ്ത് ഓടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മിഡ് റേഞ്ച് ഒരു ഇത്തിരി ഫ്ലാറ്റാണ്, അത് മാത്രമേ ഉള്ളൂ. ലോ എൻഡ് വളരെ നല്ല രീതിയിലുണ്ട്. മാനുവൽ വണ്ടി ഞാനൊന്ന് ഓടിച്ച സമയത്ത് 6th ഗിയറിൽ 35 വരെയാണ് ഈ വണ്ടി പോയത്. അതായത് അപ്പോഴും എൻജിൻ നോക്കിങ്ങോ സംഭവങ്ങളോ ഒന്നും വന്നില്ല. എന്ന് വെച്ചാൽ ലോ എൻഡിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കേസില്ല. നിങ്ങളിപ്പം മാനുവൽ വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും ടൗണിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 3rd ഗിയറിലൊക്കെ ഇട്ട് വേണമെങ്കിൽ ഒരു 15 റേഞ്ച് 20 റേഞ്ചിലൊക്കെ പോയാലും വലിയ എൻജിൻ നോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്. ആൻഡ് ഹോണ്ടയുടെ 1.5 എഞ്ചിൻ്റെ ഒരു ഗുണമാണത്, ലോ എൻഡ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. പിന്നെ പവർ ഡെലിവറിയുടെ കേസിലാണെങ്കിലും നിങ്ങൾ അത്യാവശ്യം റബ്ബ് ചെയ്യുകയാണെങ്കിൽ മാനുവൽ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പവർ ലഭിക്കും. ഞാനന്ന് മാനുവൽ ഓടിച്ച സമയത്ത് എനിക്ക് പവറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള എൻജിൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി തന്നെയാണ് ദി ബെസ്റ്റ് എഞ്ചിൻ എന്ന് ഉറപ്പായിട്ടും പറയാം. കാരണം പിന്നെ വരുന്ന ക്രെറ്റയുടെ 1.5 ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് ടാരിലും ഹൈ റൈഡറിലും ഒക്കെ വരുന്ന 1.5 ലിറ്റർ K15C എഞ്ചിൻ ഉണ്ട്. അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സ്ലോ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ക്രെറ്റയിൽ വരുന്ന ഓർ സെൽറ്റോസിൽ വരുന്ന 1.5 എഞ്ചിൻ വെക്കാം. അതിൻ്റെ മുകളിലാണ് ഈ വണ്ടി നമുക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് നേരത്തെ പറഞ്ഞ എഞ്ചിൻസിലും കുറച്ചും കൂടെ ഫ്രീ റവിങ് ആണ് ഈ എഞ്ചിൻ. മാത്രമല്ല നമ്മൾ ആ ഒരു RPM കയറുന്നതനുസരിച്ചൊക്കെ സ്പീഡും അത്യാവശ്യം കയറുന്നുണ്ട്. CVTയുടെ കേസിൽ നിങ്ങളിപ്പം പെട്ടെന്ന് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ CVTയുടേതായിട്ടുള്ള ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് അങ്ങനെ കയറിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളൊന്ന് RPM കയറി കിട്ടിയാൽ മതി. പിന്നെ ഓവർടേക്ക് ഒക്കെ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എൻജിൻസിൻ്റെ കേസ് ഓൾമോസ്റ്റ് പറഞ്ഞു. ഇനിയിപ്പോൾ ടർബോ എൻജിൻസ് നോക്കുകയാണെങ്കിൽ ബേസിക് റേഞ്ചിൽ തന്നെ നമ്മുടെ ഫോക്സ്വാഗൻ ട്യൂബ് കുഷാക്കിലും അതുപോലെ ടൈഗണിലും ഒക്കെ 1.5 ടർബോ അതുപോലെ 1 ലിറ്റർ ടർബോ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ബേസിക് റേഞ്ച് മുതൽ തന്നെ ഒരു 1 ലിറ്റർ TSI കൊടുക്കുന്നുണ്ട്. അതും ടർബോ ചാർജ് എഞ്ചിനാണ്, 3 സിലിണ്ടറാണ്. അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ സെഗ്മെൻറ്റുള്ള വണ്ടികളുടെ എല്ലാ എഞ്ചിൻസും ഓടിച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഓടിച്ച സമയത്തും നമുക്ക് ആ ടർബോ കയറുന്ന സമയത്ത് വണ്ടിക്ക് നല്ല പവറുണ്ട്. അതിന് താഴേക്ക് അങ്ങനെ ഭയങ്കര വലിയ ലോ എൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇപ്പോൾ ഈ എഞ്ചിനിൽ കിട്ടുന്ന ആ ഒരു ലോ എൻഡ് ഒന്നും നിങ്ങൾക്ക് തീർച്ചയായും ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ കിട്ടാൻ പോകുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് വരുന്നത്. പക്ഷേ ടർബോയുടെ റേഞ്ചിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു പവറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ വണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ 0 to 100 ആക്സലറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ കുഷാക്ക് ഇതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ഫാസ്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനത്തെ പവറിൻ്റെ കേസിൽ ഒരു ഇഷ്യൂ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ കേസിൽ ഫേസ് ചെയ്യില്ല. ഇനിയിപ്പോൾ സിറ്റിയൊക്കെ ഓടിച്ചിട്ട് ഇത് കയറി ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നം തോന്നുമായിരിക്കും. കാരണം സിറ്റി ഇത്തിരിയും കൂടെ ലൈറ്റാണ്, സെഡാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരിയും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറി അതിൽ ഫീൽ ചെയ്യും. ഈ വണ്ടി മാത്രമായിട്ട് നിങ്ങളെടുത്ത് ഓടിക്കുകയാണ്, ബാക്കി എൻജിൻസ് ഉള്ള വണ്ടിയിൽ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ബാക്കി വിസിബിലിറ്റി കേസും നിങ്ങൾക്ക് എന്തായാലും പറയേണ്ട കാര്യമില്ല. ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എനിക്ക് തന്നെ ബോണറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്യാവശ്യം. നിങ്ങളിപ്പം ഞാൻ ആക്ച്വലി സീറ്റ് അത്യാവശ്യം താത്തിയിട്ട് ഓടിക്കുന്ന ഒരാളാണ്. ബോണറ്റ് കണ്ട് ഓടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ട് ഓടിക്കണമെങ്കിലും ഇതിൻ്റെ ബോണറ്റ് അത്യാവശ്യം പൊങ്ങിയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ സീറ്റ് ഒരു ഇത്തിരി മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കണ്ട് ഓടിക്കാം. പിന്നെ കംഫർട്ടിൻ്റെ കേസിലാണെങ്കിലും എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ച് സ്റ്റിഫാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ പൊതുവേ SUVസിൻ്റെ ഒക്കെ കുറച്ച് സ്റ്റിഫായിരിക്കും. എന്നാലും ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു കുഴിയൊക്കെ ചാടുകയാണെങ്കിൽ നമ്മളെ അങ്ങനെ എടുത്തിട്ടടിക്കുന്ന പോലത്തെ ഫീലൊന്നുമില്ല. ഇത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയാനും പോകുന്നില്ല അകത്തോട്ട്. അങ്ങനത്തെ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ്. ഭയങ്കര കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. സിറ്റിയുടെ അത്രയും സോഫ്റ്റ് അല്ല, കുറച്ചും കൂടെ സ്റ്റിഫാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത്രയും പോസിറ്റീവ് സൈഡ്സ് പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആകെപ്പാടെ ചെറിയൊരു നെഗറ്റീവ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന നോയ്സ് ഇൻസുലേഷനാണ്. എഞ്ചിൻ കുറച്ച് എന്താ പറയുന്നത്, അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനല്ല. അത്യാവശ്യം നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ റബ്ബി ആണെങ്കിലൊക്കെ അകത്തേക്ക് സൗണ്ട് വരും. അതുമാത്രമേ നമുക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ പ്രശ്നമായിരിക്കും. കാരണം മാരുതിയുടെയും ഹ്യുണ്ടായുടെ എഞ്ചിൻ ഒക്കെ അത്യാവശ്യം ഭയങ്കര സൈലൻ്റ് ആണ്. ഐഡ്ലിങ്ങിലൊന്നും നമുക്ക് അറിയാനൊന്നും പറ്റില്ല. ഈ വണ്ടിയുടെ ഐഡ്ലിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മൾ ഒത്തിരി റബ്ബ് ചെയ്ത് പവറൊക്കെ കയറ്റുന്ന ഒരു റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ എഞ്ചിൻ നോയ്സ് അത്യാവശ്യം ക്യാബിനിലേക്ക് വരുന്നൊരു പ്രശ്നമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ഹോണ്ടയ്ക്ക് ഇതിപ്പോൾ ഒരു മേജർ പ്രശ്നമാവുമോ എന്ന് എനിക്കറിയില്ല ബാക്കി കസ്റ്റമേഴ്സിന്. പക്ഷെ അതല്ലാതെ അവർക്ക് ശരിക്കും പാളിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫീച്ചേഴ്സ് അധികം കൊടുത്തില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ പാനറോമിക് സൺറൂഫ്, 360 ക്യാമറ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇവർ കൊടുത്തിരുന്നെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഈ വാഹനത്തിൻ്റെ സെയിൽസ് അവർക്ക് കൂട്ടാൻ പറ്റുമായിരുന്നു. കാരണം ക്രെറ്റയും സെൽറ്റോസും ഒക്കെ കുറേ പേര് എടുക്കുന്നതാണ് പാനറോമിക് സൺറൂഫാണ്. ക്രെറ്റയാണ് പാനറോമിക് സൺറൂഫിൻ്റെ ഒരു ട്രെൻഡി സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഒരുപാട് വാഹനങ്ങളിൽ അത് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഒട്ടുമിക്ക സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വണ്ടികളും പാനറോമിക് സൺറൂഫ് വെച്ച് തന്നെയാണ് വരുന്നത്. അതിൽ കുറച്ച് വണ്ടികൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. ആ വാഹനങ്ങളിൽ ഒരെണ്ണമാണ് ഇത്. സോ ആ ഒരു ആസ്പെക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇത്തിരി ബാക്കോട്ട് പോയി എന്ന് പറയാം എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്ന കാര്യത്തിൽ. പിന്നെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഡിസൈനാണ്. അതിപ്പം ഭയങ്കര ബോറ് ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ഇത്തിരി ഡേറ്റഡ് ഡിസൈൻ എന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു മോഡേൺ ഡിസൈനുള്ള വാഹനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം, പ്രത്യേകിച്ച് നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ് ഓർ ഈവൻ ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ MGയുടെ വാഹനങ്ങൾ ആസ്റ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് കിട്ടുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ വന്ന നമ്മുടെ ഫേസ് ലിഫ്റ്റ് ക്രെറ്റയും സെൽറ്റോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ആ വാഹനങ്ങളിലൊക്കെ കിട്ടുന്നത്. അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാണുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്കങ്ങനെ ഭയങ്കര പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസൊക്കെ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ആകെപ്പാടെ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ഓഫ് പോയിന്റിൽ നോക്കുകയാണെങ്കിലാണ് ഒരു ഇത്തിരി പ്രശ്നം പറ്റുന്നത്. ചിലപ്പോൾ ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം ആൾക്കാർ ഈ വണ്ടി കൺസിഡർ ചെയ്യുന്നത് നിർത്തിയതും. മെക്കാനിക്കലി വെൽ സോർട്ടഡ് ആയിട്ടുള്ള ഒരു വാഹനം ഇന്ത്യയിൽ ഇഷ്ടംപോലെ നമ്പേഴ്സിൽ വിൽക്കുക എന്ന് പറയുന്നത് അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ആൾക്കാർക്ക് അത് മാത്രമല്ല വേണ്ടത്. ആക്ച്വലി അതൊരു വെറും ഒരു എന്താ പറയുന്നത് 20-30% ആൾക്കാരൊക്കെ മാക്സിമം ആ ഒരു ആസ്പെക്റ്റ് നോക്കി. ബാക്കി മേജർ ആൾക്കാർ നോക്കുന്ന ഫീച്ചേഴ്സ്, അതുപോലെ നല്ല കംഫർട്ട്, പിന്നെ കാണാനുള്ള വണ്ടിയുടെ ഒരു ലുക്ക്. എക്സ്റ്റീരിയർ ലുക്ക് പിന്നെ കുഴപ്പമില്ല, എലിവേറ്റ് അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ളൊരു ലുക്കുള്ള വണ്ടിയാണ്. ഏകദേശം ഒരു SUV ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ പോലെ ഉണ്ടല്ലോ, സ്ലോപ്പിംഗ് റൂഫ് ലൈനും കൂപ്പേ ലൈക്ക് ഡിസൈൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. സാധാരണ ഒരു SUV പോലെയൊക്കെ കാണാൻ ആ ഒരു ലുക്ക് തന്നെയാണ്. പക്ഷേ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴുള്ളൊരു സംഭവം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഇതിൻ്റെ അത് അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഹൈബ്രിഡ് ഇപ്പോൾ ഇല്ലയെന്നേ ഉള്ളൂ. ഹോണ്ട ഇവിടെ PF2 എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ തന്നെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അതിൽ തന്നെ ഒരുപാട് വലിയ വാഹനങ്ങൾ വരും. ആ വലിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ഹൈബ്രിഡ് കൊടുത്തുകൂടായികയില്ല. അതിനുശേഷം എലവേറ്റിൻ്റെ പുതിയ ജനറേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഹൈബ്രിഡ് വരുമായിരിക്കും. അതല്ലാതെ എന്തായാലും ഇവിടെ അവർ ഈ വാഹനത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഹൈബ്രിഡ് കൊടുക്കാൻ പോകുന്നില്ല. അതിൻ്റെ റീസൺ കൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിറ്റി EHEV അത് നിങ്ങൾക്കറിയാം, അത് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ആ വാഹനത്തിൻ്റെ സെയിൽ വളരെ കുറവാണ്. ഈവൻ അത് അവർ V വേരിയൻറ്റിലും അതുപോലെ ZX-ലോ VX-ലും ZX-ലോ ഒക്കെ ഏതോ 2 വേരിയൻസിലോട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ്. അത് പക്ഷേ എന്നിട്ട് പോലും ആൾക്കാർ അങ്ങനെ അധികം കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർ എലവേറ്റിൽ പിന്നെ ഹൈബ്രിഡ് കൊടുക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഒഴിവാക്കി. കാരണം പ്രൈസ് ഭയങ്കര കൂടുതൽ പോയേനെ. ഈവൻ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും ഇതിൻ്റെ പ്രൈസ് അഡീഷണൽ പോയേനെ. സോ അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ എലവേറ്റിൻ്റെ കാര്യം ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതൊരു ഓറഞ്ച് കളർ വണ്ടിയാണ്. പിന്നെ അത് കാണുമ്പോൾ മിക്കവാറും നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല, നമ്പർ പ്ലേറ്റ് ഞാൻ മറയ്ക്കും. അതുകൊണ്ട് അത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയല്ല ഓടിച്ച്, അത് ജസ്റ്റ് മറിച്ച് കളഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. ഇതിങ്ങനെ പോകേണ്ട ഒരു വണ്ടിയായിരുന്നോ, അതോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കിട്ടിയൊരു 5,000 ഒക്കെ മിനിമം ഒരു ആവറേജ് എല്ലാ മാസവും പിടിച്ച് പോകേണ്ട വണ്ടിയായിരുന്നു എന്നൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ നിങ്ങളുടെ വണ്ടികൾ ഈ ഒരു ചാനലിൽ ഫീച്ചർ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എറണാകുളത്തിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. നമുക്ക് മീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. താങ്ക്